യെസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ബാങ്കിലേക്ക് നമ്മൾ കുറച്ച് ലെവൽസ് ഒക്കെ നോക്കണം. ഞാനിതിൽ കുറച്ച് ലെവൽസ് നോക്കി മാർക്ക് ചെയ്ത് ചെറിയ കറക്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്ഷൻസ് എന്താന്ന് പറയാം. നമുക്ക് ഇവിടെ ഒരു 47,750 ഇന്നലെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം മാർക്കറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഇന്നലെ ഈവനിങ്ങിൽ. നമ്മൾ അതിനു മുമ്പ് ട്രേഡ് എക്സിറ്റ് ചെയ്തിരുന്നു. ഇവിടെ സൈഡ് വെച്ച് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയായിരുന്നു നമ്മൾ എക്സിറ്റ് ചെയ്ത്. ഈ ക്യാൻഡിലാണ് നമ്മൾ ഇന്നലെ എക്സിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ അവിടെ ഒരു ലൈൻ ഉണ്ടാവും നമുക്ക്, അത് ഞാൻ റിമൂവ് ചെയ്തു. വേറെ ആഡ് ഓൺസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നിന്ന് ബ്ലൂ ഏരിയ റെഡ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഏരിയയാണ്, നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നോക്കുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ബ്ലൂ ഏരിയ ഉണ്ടല്ലോ. ഈ ബ്ലൂ ഏരിയ എന്നൊരു റിവേഴ്സലാണ് ഞാൻ നോക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത്ര പെട്ടെന്നുള്ള റാലി ആവണമെന്നില്ല. പയ്യെ മാർക്കറ്റ് ഇങ്ങനെ കയറുന്നതായിരിക്കാം. എന്തായാലും ഇതാണ് എന്റെ ഒരു ഫസ്റ്റ് പ്ലാൻ. ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുമ്പോൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ. അതല്ല, ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ ചിലപ്പോൾ ട്രേഡ് എടുക്കില്ല ഇന്നത്തെ സിറ്റുവേഷനിൽ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഒറ്റ ട്രേഡ് ഞാൻ എടുക്കാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഏരിയയില് എന്നുവെച്ചാല് ഈ ഒരു ഏരിയയില് നമ്മൾ ട്രേഡ് എടുക്കില്ല. അവിടെ കുറച്ച് ഏരിയകളുള്ളതുകൊണ്ട് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളും ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ വേണ്ട മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിലും കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഭയങ്കര ക്രൂഷ്യൽ ഇതായിട്ട് മാറും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞത്.